ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുമ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാവേ, പക്ഷേ പിന്നീട് ഇതൊക്കെ ഒരു ഓർമ്മയായിരിക്കുമല്ലോ, എങ്കിലും ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ ഇതേ നല്ല വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറിയൊക്കെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആകെപ്പാടെ ഒരു ഹറിബറി മൂഡായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇങ്ങനെ പണി നടക്കുന്നുണ്ടേ. അപ്പോൾ വെളിയിൽ നമ്മൾ ഇതേ പാതകമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇന്ന് വിഷുവായിട്ട് ആദ്യമായിട്ട് അവിടെ വെള്ളമൊക്കെ തിളപ്പിക്കുവാണേ. ഇതായിരുന്നു നമ്മുടെ കണിയുടെ ഓവറോൾ. പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയ വിഷു കൈനീട്ടം മേടിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഈ വിഷു വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ആശിച്ചിരിക്കുന്നത് വിഷുക്കണി കാണാനും അതിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാനും പിന്നെ അതേ മെയിനായിട്ട് ഈ കൈനീട്ടം വാങ്ങിക്കുന്ന പരിപാടിയാണ്. ഇശാൻകുട്ടനോട് കാല് തൊട്ട് തൊഴാനൊക്കെ പറയുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് എന്തൊക്കെയോ ഒരു വലിയ കുഞ്ഞിലൊക്കെ അവനിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അവൻ അറിവായതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും അമ്മയാണ് ഫസ്റ്റ് കൈനീട്ടം തരുന്നത്. അത് ഞാൻ വന്ന വർഷം തൊട്ട് അങ്ങനെയാണ് കേട്ടോ. അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തരുന്നത്. അതൊരു പൊലിവ് തന്നെയാണ് സത്യത്തിൽ കേട്ടോ. നല്ല രീതിയിൽ കൈനീട്ടം കിട്ടുകയും ചെയ്യും നമുക്ക് എവിടുന്നേലുമൊക്കെ. പിന്നെ വിഷ്ണുവായിട്ട് അമ്മയ്ക്ക് കൈനീട്ടം കൊടുത്തു, ഇശാൻകുട്ടന് കൈനീട്ടം കൊടുത്തു, എനിക്ക് തന്നു. പിന്നെ ഈ പ്രാവശ്യത്തെ വിഷുവിന് വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോയുടെ പുറകാലെ വരുന്നുണ്ട്. ഇശാൻകുട്ടനെ നല്ല കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. ദേ അച്ഛനൊരു പേഴ്സൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവൻ പൈസയൊക്കെ വെച്ച് ദേ വെല്ലിച്ചൻ്റെ കാലിലൊക്കെ തൊട്ട് എഴുതും. വിഷ്ണുവായിട്ട് എനിക്ക് കൈനീട്ടത്തിനോടൊപ്പം ഒരു സാരിയും ബ്ലൗസും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മറ്റേ മൽക്കോട്ടൻ സാരി ഇല്ലേ, അതാണ്. എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല, എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിഷുവിനൊരു വിഷുക്കോടിയൊക്കെ കിട്ടുന്നത്. ഒത്തിരി പേരെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിഷുവിൻ്റെ ഉമ്മ കൊടുത്തപ്പോൾ അവനിങ്ങനെ വന്ന് നിന്ന് എത്തി നോക്കണം കേട്ടോ, അവനെ ഉമ്മ കൊടുക്കുന്നില്ലേന്ന്. പിന്നെ ദേ നമ്മൾ ആ സാരിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് നേരെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങണം. അമ്പലത്തിൽ ചെന്നൊരു സെൽഫിയൊക്കെ എടുത്തു. ഭയങ്കര ചൂടാണല്ലേ, എന്തൊരു ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ആ സാരി എടുത്തത് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോസൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എൻ്റെ ഒരു ഷോ ഓഫ് കേസ് അല്ല, അത് വേറൊന്നുമല്ല. സദ്യ ഉണ്ടാക്കി ഒരു വീഡിയോസ് പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാറുണ്ടായിരുന്നു ആ ദിവസം ആണെങ്കിൽ പോലും. അവർക്ക് കൊടുക്കാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതേ അമ്മച്ചമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. തിരിച്ച് പോകാൻ നേരം ആ വീടിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചേട്ടൻ്റെ കുഞ്ഞുവാവയാണ്. അപ്പോൾ അവനും വിഷ്ണുവിനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവനും വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ട് വീട്ടിലും കയറി. ആ വീഡിയോ എടുത്തില്ല ഗൈസ്. പിന്നെ നമ്മളതേ വാഴ 2 കാണാനായിട്ട് വന്നതാണ്. ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ഉറക്കം വന്ന് അവനോട് വിഷയം ഉണ്ടാക്കി. പിന്നെ നമ്മൾ നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ അന്നാണ് നമ്മുടെ അരിപ്പാട്ട് അമ്പലത്തിലെ കൊടിയേറുന്നത്. അപ്പോൾ അതുവഴി പോകാനായിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലേ പോയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അന്നേരേ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. കാര്യം വൈകുന്നേരമാണല്ലോ കൊടിയേറുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാതെ ഇന്ന് നമുക്കൊരു പറയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പറയുള്ള കാര്യം. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതേ പറയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയൊക്കെ കൊടുത്ത് ബാക്കി വിശേഷം